ഹായ് ഫ്രണ്ട്സ്, 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം എന്ന ചാലഞ്ചുമായിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഡേ ഇൻ മൈ ലൈഫ്. ഇന്നത്തെ പഠന രീതി ഒരു വ്യത്യസ്ത തരത്തിലാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഞാൻ മലയാളം സെൻറ്റൻസസ് ആദ്യം എഴുതും. എൻ്റെ ഒന്ന് വീഡിയോ നിങ്ങൾക്ക് പോസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു സെക്കൻഡോളം ഞാൻ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ച് ആ സെൻറ്റൻസിനെ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഒന്നും കൂടി വീഡിയോ കാണുമ്പോൾ അതിൽ ഞാൻ മലയാളത്തിൻ്റെ തൊട്ട് പിന്നാലെ അതിൻ്റെ ഇംഗ്ലീഷ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾ എഴുതിയതിലെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് തന്നെ അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു ആ ഒരു പഠനം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ രീതി മനസ്സിലായല്ലോ. ആദ്യം ഈ മലയാളം സെൻറ്റൻസ് ഞാൻ തന്നിരിക്കുന്നത് ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക. ആ മലയാളം സെൻറ്റൻസ് നിങ്ങൾ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ നിങ്ങൾ വീഡിയോയിൽ ചെക്ക് ചെയ്യുക നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ ശരിയാണോ, അല്ലെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി എഴുതാനും നിങ്ങൾക്ക് മിസ്റ്റേക്സ് കണ്ടുപിടിക്കാനും പറ്റും. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസത്തെ ഡേ 1 കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു ഫോളോ അപ്പ് കിട്ടും. ഡേ 1 എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇൻട്രൊഡ്യൂസിങ് മൈ സെൽഫ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റ് സിമ്പിൾ ഒരു ചെറിയ സെൻറ്റൻസസ് മാത്രമേ അതിൽ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ ഇന്നലത്തെ വീഡിയോ കണ്ടവരും കാണാത്തവരും എല്ലാവരും എന്ത് ചെയ്യണം, ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ആ ഡേ 1 നിങ്ങൾ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഡേ 2 ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് മറന്നു പോകും. അതുകൊണ്ടാണ് നമുക്ക് 30 ഡേയ്സിൽ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് സെൻറ്റൻസ്, ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. ഐ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഐ, രാവിലെ മോർണിംഗ്, നേരത്തെ എഴുന്നേൽക്കും, നേരത്തെ ഏർലി എഴുന്നേൽക്കും, വേക്കപ്പ്. നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം വേർഡ്സുകളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കാം. കുറച്ചൊക്കെ വേർഡ്സ് ഞാൻ ഐ എന്നറിയാം, രാവിലെ മോർണിംഗ് അറിയാം. ചിലപ്പോൾ എഴുന്നേൽക്കും എന്നുള്ള വാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ജസ്റ്റ് അത് വേക്കപ്പാണ്. ഓക്കെ, ഏർലി നേരത്തെ. അപ്പോൾ ഈ വേർഡ്സുകളൊക്കെ ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചിട്ട് അതെങ്ങനെ നമുക്ക് ഫിൽ ചെയ്യണം എന്നുള്ളതാണ് പിന്നെയുള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ അത് ഓർഡറിലാക്കാനുള്ള കൺഫ്യൂഷനാണ് നമ്മൾ ഇനി മാറ്റേണ്ടത്. എപ്പോഴും സബ്ജക്റ്റ് ഫസ്റ്റ് വരും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഐ, ഹി, ഷീ, അല്ലെങ്കിൽ പേര്. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ആ ക്വസ്റ്റ്യൻ ഫോം ഉണ്ടല്ലോ, വാട്ട്, വിച്ച്, WH ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു വാക്കുകൾ ഇതൊക്കെ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാനാണ്. അപ്പോൾ ഞാൻ, ഐ. അപ്പോൾ ഈ ഒരു വാക്ക് വേണം ഫസ്റ്റ് വരാനായിട്ട്. പിന്നെ നിങ്ങളൊന്ന് എഴുതി നോക്കുക, ഞാൻ രാവിലെ. അപ്പോൾ ഐ മോർണിംഗ് അങ്ങനെ നമ്മൾ പറയുമോ, ഐ മോർണിംഗ്? നോ, ദാറ്റ് ഈസ് റോങ്. നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഐ മോർണിംഗ് അല്ല ഇവിടെ. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. അപ്പോൾ ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം, നേരത്തെ എഴുന്നേൽക്കും. അപ്പോൾ എഴുന്നേൽക്കുമാണ് ഇവിടെ വരേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബാണത്. അപ്പോൾ വെർബിനെ വേണം സബ്ജക്റ്റിന് ശേഷം വെക്കാനായിട്ട്. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ്. എന്തൊക്കെയാണ് വെർബിൽ വരിക, വാക്ക്, ജമ്പ്, അങ്ങനെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, സ്ലീപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ആവട്ടെ, ഇതെല്ലാം തന്നെ വേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്, ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ആ പ്രവൃത്തിയാണ് ഇതിന് ശേഷം വരേണ്ടത്. ഓക്കെ, പിന്നെയാണ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇങ്ങനെ കുറച്ച് സെൻറ്റൻസസ് നിങ്ങൾക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ സെൻറ്റൻസ് തന്നെയല്ല. ഓക്കെ, സോ വി ഗോ ടു ദ സെക്കൻഡ് സെൻറ്റൻസ്. ഞാൻ പല്ല് തേക്കുകയും
തയ്യാറാകുകയും ചെയ്യും. ഇവിടെയും സബ്ജക്റ്റായിട്ട് വരുന്നത് ഐ ആണ്. അപ്പോൾ ഐ ഫസ്റ്റ് എഴുതുക. 2 ആക്ടിവിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് പല്ല് തേക്കുക, പിന്നെ തയ്യാറാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ആവുക. അപ്പോൾ ഐ ബ്രഷ് മൈ ടീത്ത്. പല്ല് തേക്കുന്നതിന് ഇംഗ്ലീഷാണ് ബ്രഷ് മൈ ടീത്ത്. റെഡി ആക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ഗെറ്റ് റെഡി. അപ്പോൾ ഐ ബ്രഷ് മൈ ടീത്ത് ഗെറ്റ് റെഡി. ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ് ആൻഡ്. കാരണം 2 പ്രവൃത്തികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു 2 കാര്യത്തിന് നമ്മൾ അതും ഇതും എന്ന് പറയില്ലേ, ആ ഒരു വരുന്നില്ലേ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ? ആ ആണ് ഇവിടെ ആൻഡ്. ഓക്കെ, ഞാനും നീയും അങ്ങനെ പറയുന്ന ആ എന്നുള്ള ഒരു വാക്കാണ് ആൻഡ് എന്ന വാക്കിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐ ബ്രഷ് മൈ ടീത്ത് ആൻഡ് ഗെറ്റ് റെഡി. ഞാൻ കുടുംബത്തോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കും. ഓക്കെ, ഇവിടെ വരുന്ന വാക്കുകൾ ഞാൻ എന്ന് പറയുമ്പോൾ ഐ, അത് സബ്ജക്റ്റാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് അത് എഴുതാം. പിന്നെ വരുന്നത് ഞാൻ കുടുംബത്തോട്, കുടുംബം ഫാമിലി. കുടുംബത്തോട് ഒപ്പം എന്ന് പറയുമ്പോൾ കൂടെ എന്ന് നമുക്ക് പറയാം. കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പദമാണ് വിത്ത്. ഞാൻ കുടുംബത്തോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. രാവിലത്തെ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞാൽ അതിനെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. ഉച്ചയ്ക്കത്തെ ഭക്ഷണമാണെങ്കിൽ ലഞ്ച്, വൈകുന്നേരത്തെ ഭക്ഷണമാണെങ്കിൽ ഡിന്നർ. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് വേണ്ടത്, രാവിലത്തെ ഭക്ഷണം. അപ്പോൾ ഞാൻ രാവിലത്തെ ഭക്ഷണം കുടുംബത്തോടൊപ്പം കഴിക്കും. എന്താ? ഐ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അറിയാം, ഫാമിലി അറിയാം, വിത്ത് കൂടെ, പിന്നെ കഴിക്കും ഈറ്റ്. ഓക്കെ, ഇത്രയും പദങ്ങൾ നമുക്കറിയാം. ഇനി അതൊന്ന് ഓർഡർ ആക്കിയാൽ മാത്രം മതി. ഐ ഫസ്റ്റ് തന്നെ പ്ലേസ് ചെയ്തു. പിന്നെ വെർബാണ്. വെർബ് എന്താണ്? ഈറ്റാണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ പ്രവൃത്തി എഴുതുക, വെർബ് എഴുതുക. ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് മൈ ഫാമിലി. ഓക്കെ, ക്ലിയർ? 4th വൺ, ഞാൻ ജോലിക്ക് പോകും, ഞാൻ സ്കൂളിൽ പോകും. ഇവിടെ 2 വാക്കുകൾ ഓൾറെഡി നിങ്ങൾക്കറിയാം. സ്കൂൾ, പിന്നെ ജോലി. സ്കൂൾ എന്ന് പറയുമ്പോൾ സ്കൂൾ തന്നെ, ജോലി വർക്ക്. പോകും എന്താ? ഗോ. ഞാൻ പിന്നെ നിങ്ങൾക്കറിയാം ഐ. അപ്പോൾ ഐ ഗോ ടു സ്കൂൾ. ലേക്ക് എന്ന് പറയുന്നില്ലേ നമ്മൾ മലയാളത്തിൽ? ഞാൻ സ്കൂളിലേക്ക് പോകും. ആ ലേക്ക് എന്ന് പറയുന്നതിനെയാണ് ടു എന്നിവിടെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ലേക്ക്, സ്കൂളിലേക്ക് എന്ന് പറയുന്ന പദമാണ് ഇംഗ്ലീഷിൽ ടു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെയിം ആണ് ഐ ഗോ ടു വർക്ക് എന്നാണ്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ വർക്ക് എന്നാണ് പ്രൊനൗൺസിയേഷൻ അതിൻ്റെ വരുന്നത്. ഓക്കെ, അവിടെ സൈലൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഞാൻ രാവിലെ 9 മണിക്ക് ജോലി തുടങ്ങും. അപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തോ? എന്തൊക്കെ നിങ്ങൾ എഴുതി? ഞാൻ, ഐ, രാവിലെ, മോർണിംഗ്, 9 മണിക്ക്, 9, വർക്ക്, ജോലി വർക്ക്, തുടങ്ങും, സ്റ്റാർട്ട്. ഇനി നമ്മളത് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ മോർണിംഗ് നമ്മൾ എഴുതിയില്ല. എന്തെഴുതാഞ്ഞത്? കാരണം മോർണിംഗ് എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ രാവിലെ എന്ന് പറഞ്ഞെങ്കിലും ഇംഗ്ലീഷിലോട്ട് അത് വന്നപ്പോൾ മോർണിംഗ് എന്നവിടെ പറയേണ്ട കാര്യമില്ല. കാരണം 9 AM എന്ന് നമുക്ക് പറഞ്ഞാൽ മതിയായിരിക്കും. ഓക്കെ, AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഉള്ള സമയത്തെയാണ് AM എന്ന് പറയുന്നത്. പിന്നെ ഈവനിങ് അല്ലെങ്കിൽ ഉച്ചതിരിഞ്ഞിട്ടുള്ള സമയത്തിന്, രാത്രി സമയത്തിന് നമ്മൾ PM എന്നാണ് പറയുന്നത്.
ഓക്കെ, രാവിലെ വൈകിട്ട് ഈ രണ്ട് സമയത്തിനും AM PM എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ സമയം കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല മോർണിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഐ 9 മണിക്ക് 9 AM ജോലി വർക്ക് തുടങ്ങും സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഇനി അതൊന്ന് ഓർഡറിലാക്കിയേ. ഐ സ്റ്റാർട്ട് മൈ വർക്ക്. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് വെർബാണ് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? പക്ഷേ വർക്ക് എന്ന് പറയുന്നത് ഒരു വെർബല്ല ശരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രവൃത്തിയല്ല. വർക്ക് എന്ന് പറയുന്നത് ജോലി ആണ്, ജോലി ചെയ്യുന്നതല്ല. ജോലി ചെയ്യുന്ന ആ കാര്യങ്ങളെയാണ് വെർബായിട്ട് നമ്മൾ അല്ലെങ്കിൽ പ്രവൃത്തിയായിട്ട്. ജോലി എന്ന് പറയുന്നത് ഒരു പ്രവർത്തനമാണോ? അല്ലല്ലോ. ജോലി ഒരു പ്രവർത്തനമല്ല, പക്ഷെ ആ ജോലി ചെയ്യുന്ന എന്താണോ നമ്മൾ ചെയ്യുന്നത് ആ കർമ്മങ്ങളാണ് ജോലിയായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അതാണ് നമുക്ക് പ്രവൃത്തിയായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ജോലി എന്ന് പറയുന്നത് പ്രവൃത്തിയിൽ. പിന്നെ എന്താണ് പ്രവൃത്തിയായിട്ട് വരുന്നത്? സ്റ്റാർട്ട്. ഓക്കെ, ഇവിടെ സ്റ്റാർട്ടാണ് ഇവിടെ വെർബായിട്ട് വരുന്നത്. അപ്പോൾ ഐ സ്റ്റാർട്ട് മൈ വർക്ക്. പിന്നെ സമയത്തിന് മുൻപ് എപ്പോഴും വെക്കുന്നതാണ് at 9 AM. ക്ലിയർ? നെക്സ്റ്റ് 6th സെൻറ്റൻസ്. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും. ഇവിടെ ഞാൻ ഉച്ചയ്ക്ക്, ആഫ്റ്റർനൂൺ, ഭക്ഷണം ഫുഡ്, കഴിക്കും ഈറ്റ്. പക്ഷേ ഇനി ഈ സെൻറ്റൻസസ് നമ്മൾ ഓർഡറിലാക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഈറ്റ് എന്ന പദം നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഉപയോഗിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. ഐ ഈറ്റ് ലഞ്ച് ഇൻ ദി ആഫ്റ്റർനൂൺ ഓക്കെയാണ്. പക്ഷേ അത് ഫുള്ളി കറക്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാം. വെച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും നന്നായിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഐ ഈറ്റ് എന്നല്ല, ഐ ഹാവ്. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഇംഗ്ലീഷ്. നമ്മൾ നല്ല ഇംഗ്ലീഷല്ലേ പഠിക്കുന്നത്, നമ്മൾ സംസാരിക്കാൻ പഠിക്കുകയല്ലേ, അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് പഠിക്കാം അല്ലേ? അപ്പോൾ ഐ ഹാവ് ലഞ്ച് ഇൻ ദി ആഫ്റ്റർനൂൺ. ഇൻ ദി അതൊരു സമയമാണ് അല്ലേ? ആഫ്റ്റർനൂൺ, മോർണിംഗ്, അപ്പോൾ ഇൻ ദ മോർണിംഗ്, ഇൻ ദി ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പഠിച്ചെടുക്കാം കേട്ടോ. നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടി നോക്കാം അല്ലേ? അപ്പോൾ ഐ ഹാവ് ലഞ്ച് ഇൻ ദ ആഫ്റ്റർനൂൺ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ലഞ്ച് നമ്മുടെ എന്ത് ഭക്ഷണം? ഉച്ചയ്ക്കത്തെ ഭക്ഷണമാണ്. അതേസമയം ബ്രേക്ക്ഫാസ്റ്റ് മോർണിംഗിൽ, നൈറ്റിൽ എന്താണ്? ഡിന്നർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ബുക്കും പെന്നൊക്കെ ഉണ്ടെന്ന് അറിയാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 7th സെൻറ്റൻസ്. ഞാൻ വൈകുന്നേരം ജോലി അവസാനിപ്പിക്കും. ഓക്കെ, അപ്പം നമുക്ക് നമ്മൾ എഴുതിയിട്ടുള്ള ഇംഗ്ലീഷ് ഒരു കറക്ഷൻ ചെയ്താലോ? ഞാൻ വൈകുന്നേരം, ഈവനിങ്, ജോലി വർക്ക്, അവസാനിപ്പിക്കും ഫിനിഷ്. ഇനി ഇത് ഓർഡറിലാക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക ഇതിൽ വെർബ് ഏതാണ്, സബ്ജക്റ്റ് ഏതാണെന്നൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുക അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് എഴുതി. ഇനി ഇതിൽ എന്താണ് വെർബായിട്ട് വരുന്നത് അല്ലെങ്കിൽ പ്രവൃത്തിയായിട്ട് വരുന്നത് നോക്കാം. വർക്കാണോ? അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു വർക്ക് എന്ന് പറയുന്നത് ജോലിയാണ്, അത് വരില്ല. പിന്നെ ഈവനിങ് വരില്ല. അപ്പോൾ ഫിനിഷാണ് ഇവിടുത്തെ വെർബായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എഴുതുക, സബ്ജക്റ്റിന് ശേഷം ഫിനിഷ് എഴുതുക. ഇവിടെ ഐ ഫിനിഷ് മൈ വർക്ക് ഇൻ ദി ഈവനിങ്. മലയാളത്തിൽ അവിടെ മൈ വർക്ക് എന്നുള്ളത് ഇല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി എന്ന് എഴുതിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളും അത് മൈ എന്നുള്ള വാക്ക് എഴുതാൻ സാധ്യതയില്ല. അത് കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ഇംഗ്ലീഷിൽ ഒരു മൈ ആഡ് ചെയ്താണ്, അതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഐ ഫിനിഷ് വർക്ക് ഇൻ ദി ഈവനിങ്, അല്ലെങ്കിൽ ഐ ഫിനിഷ് മൈ വർക്ക് ഇൻ ദി ഈവനിങ്. ഓക്കെ, ഈവനിങ്ങിന് മുന്നായിട്ട് ഞാൻ നേരത്തെയും പറഞ്ഞു, മോർണിംഗിന് മുന്നായിട്ട്, ഈവനിങ്ങിന് മുന്നായിട്ട്, ആഫ്റ്റർനൂണിന് മുന്നായിട്ട് എന്ത് വെക്കണം? ഇൻ ദ. ഓക്കെ, നൗ 8th one. ഞാൻ വീട്ടിലേക്ക് മടങ്ങും.
ഇവിടെ ഞാൻ, ഐ, വീട്ടിലേക്ക്, വീട്, ഹോം, മടങ്ങും, കം ബാക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ, ഐ, ഇവിടെ കം ബാക്ക് ആണ് ആക്ടിവിറ്റി ആയിട്ട് അല്ലെങ്കിൽ വർക്കായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക വെർബായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഐ കം ബാക്ക് വീട്ടിലേക്ക്, ഹോം. ഐ കം ബാക്ക് ഹോം ഇൻ ദ ഈവനിങ്. ഇൻ ദ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടത് അല്ലേ? കറക്റ്റാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്, കറക്റ്റാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇൻ ദ ഈവനിങ് എന്ന് എഴുതിയവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെന്ന്. ബാക്കിയെല്ലാം തെറ്റിയാലും കുഴപ്പമില്ല. ഇൻ ദ ഈവനിങ്, ഈവനിങ്ങിന് മുൻപ് ഇൻ ദ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ പകുതി നിങ്ങൾ ഈ ഒരു പോർഷനിൽ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഐ ആദ്യം എഴുതിയവർ കം ബാക്ക് അതിൽ കം എന്നെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ അത് കുഴപ്പമില്ല. സബ്ജക്റ്റ് ആദ്യം എഴുതിയിട്ടുണ്ട്, ലാസ്റ്റ് ഇൻ ദ ഈവനിങ് എഴുതിയിട്ടുണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് സി 9th one. ഞാൻ കുടുംബത്തോടൊപ്പം സമയം ചെലവിടും. ഞാൻ, ഐ, കുടുംബം, ഫാമിലി, ഒപ്പം, ഞാൻ നേരത്തെയും പറഞ്ഞു ഒപ്പം, കൂടെ, ഇതൊക്കെ വിത്ത് എന്നുള്ള വാക്കാണ്. ഞാൻ കുടുംബത്തോടൊപ്പം സമയം, ടൈം, ചെലവിടും. ആ വാക്ക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ചെലവ്, ചെലവിടും. ചെലവിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യും. നമ്മൾ മലയാളത്തിലും ചിലവരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവും സ്പെൻഡ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഐ സ്പെൻഡാണ് ഇവിടെ വെർബായിട്ട് വരുന്നത്. ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി. വിത്താണ് ഇവിടെ കൂടെ എന്നുള്ള ഒരു പദം നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒപ്പം. ഓക്കെ, അപ്പോൾ ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി. 10th സെൻറ്റൻസ് ലാസ്റ്റാണ്. ലാസ്റ്റ് സെൻറ്റൻസ്, ഞാൻ രാത്രി ഉറങ്ങാൻ പോകും. ഞാൻ, ഐ, രാത്രി, നൈറ്റ്, ഉറങ്ങാൻ, ഗോ ടു. ഇതെന്താ ഇവിടെ ഗോ ടു വന്നത്? ഗോ മാത്രം മതിയല്ലോ. ഈ ടു വന്നത് ഗോയ്ക്ക് വേണ്ടിയല്ല, പോവുക എന്ന വാക്കിനല്ല ഗോ ടു വരുന്നത്. പിന്നെയോ ഞാൻ രാത്രി ഉറങ്ങാൻ പോകും. ഓക്കെ, ഗോ എന്ന് പറയുന്നത് പോകും, പോവുക. പക്ഷെ ഇവിടെ ഉറങ്ങാൻ, ഉറങ്ങുക എന്നല്ല, ഉറങ്ങാൻ. ആ ഉറങ്ങാൻ എന്ന് പറഞ്ഞാൽ അങ്ങാൻ എന്നുള്ള നീട്ടി പിടിക്കുന്നില്ലേ, സ്ലീപ്പ്. ആ സ്ലീപ്പിന് വേണ്ടിയാണ് ഇവിടെ നമ്മൾ ടു ആഡ് ചെയ്യുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ഐ ഗോ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഓക്കെ, അറ്റ് എന്ന് പറയുന്നത് ഇവിടെ സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഐ ഗോ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, 30 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 300 ദിവസം കൊണ്ടോ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം, നിങ്ങൾ നോട്ട് എടുത്തിട്ടുണ്ട്, നോട്ടിൽ ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ ഒരു വീഡിയോ കണ്ടു, ഇന്നൊരു വീഡിയോ കണ്ടു. നോ, ദാറ്റ്സ് നോട്ട് ഇനഫ്. വെറുതെ വീഡിയോ കണ്ടുകൊണ്ടോ നോട്ടിൽ എഴുതിയതുകൊണ്ടോ യു ആർ നോട്ട് ഗോയിങ് ടു സ്റ്റഡി. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് പക്ക സംസാരിക്കാനായിട്ട് പഠിക്കുന്നത്? നമ്മൾ സംസാരിക്കാനാട്ടോ പഠിക്കാൻ പോകുന്നത്, അല്ലാണ്ട് നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ അവിടെ നിന്ന് അല്ലെങ്കിൽ സെൻറ്റൻസസ് നോ അതൊന്നുമല്ല നമ്മുടെ ഇവിടെ ഉദ്ദേശം. ഇംഗ്ലീഷ് സംസാരിക്കുക തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എങ്ങനെ നമുക്കത് പറ്റുന്നത്? ഇവിടെ നമുക്ക് പറ്റുന്നത് ഇത്ര തന്നെയുള്ളൂ കാര്യം. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി അത് ജനിച്ച് വീഴുമ്പോൾ തന്നെ അത് മലയാളത്തിലോ അല്ലെങ്കിൽ ഏതൊരു ഭാഷയാവട്ടെ നേറ്റീവ് ലാംഗ്വേജിലോ ഒന്നും സംസാരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഹി ലിസൺസ് ഓർ ഷീ ലിസൺസ്. ആദ്യം തന്നെ കേൾക്കുന്നുണ്ട്, കൊച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ട്രൈങ് ടു സ്പീക്ക്, അത് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അങ്ങനെ ആദ്യം തന്നെ ഒരു കുട്ടി എല്ലാം കറക്റ്റായിട്ടാണോ സംസാരിക്കുക? നോ, എല്ലാം തെറ്റുകളായിരിക്കും ഒരു കൊച്ചു കുഞ്ഞ് സംസാരിക്കുന്നത്. അതിന് ശേഷമാണ് പിന്നെ ഫ്ലുവൻസിലോട്ടൊക്കെ വരുന്നത് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളൊക്കെ ഇപ്പോൾ ബേബീസിൻ്റെ സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇൻ സെൻസ് ഓഫ് ലാംഗ്വേജ്. ഓക്കെ, ലാംഗ്വേജിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഇംഗ്ലീഷ് പഠിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഞാൻ ബേസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ സംസാരിക്കണം. ആരോട് സംസാരിക്കും?
എൻ്റെ വീട്ടിൽ എനിക്ക് സംസാരിക്കാനായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ എനിക്ക് ചമ്മലാണ്, ഇങ്ങനെ പൊട്ടത്തെറ്റൊക്കെ വിളിച്ച് സംസാരിക്കാനായിട്ട് ആൾക്കാർ എന്ത് വിചാരിക്കും, കളിയാക്കും അല്ലേ. ദെൻ ഹൗ യു ആർ ഗോയിങ് ടു സ്റ്റഡി ആൻഡ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു. ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ജസ്റ്റ് നിങ്ങളുടെ ഫോണൊന്ന് എടുക്കുക, അതിൽ ഒന്ന് റെക്കോർഡ് ചെയ്യുക നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇതൊന്ന് പഠിക്കണം. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞാലും ഇങ്ങനെ എന്താ പറയുക, ഇത് ബൈ ഹാർട്ട് ചെയ്ത് ഇത് മാത്രം പഠിക്കുക അങ്ങനെയല്ല. ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി സെൻറ്റൻസസ് ഫോം ചെയ്തത് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഇന്നലെ പഠിച്ച 5-10 സെൻറ്റൻസസ്, അത് ഇന്ന് പഠിച്ച 10 സെൻറ്റൻസസ്, ഇത്രയും സെൻറ്റൻസസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. കാര്യം മനസ്സിലാക്കിയിട്ട് റിപ്പീറ്റ് ചെയ്യണം. എങ്ങനെ റിപ്പീറ്റ് ചെയ്യണം? ഒന്ന് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കണ്ണാടിയുടെ മുന്നിലൊക്കെ വന്ന് നിന്ന് നിങ്ങൾക്ക് സംസാരിച്ച് നോക്കാം. പിന്നെയാണ് ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ തന്നെ കേൾക്കുക. ഇത് ഞാൻ പറയുന്നതിൽ അർത്ഥമുണ്ട് കേട്ടോ, ഇത് വെറുതെ ഞാൻ പറയുന്നില്ല. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 30 ദിവസം കൊണ്ട് ഈ പറഞ്ഞ സംഭവം പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഐ അഷ്യൂർ യു ദാറ്റ് യു വിൽ ലേൺ. ഞാൻ ഉറപ്പ് നൽകുകയാണ്, 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. 30 ദിവസം മടി കൂടാതെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ബേസിക്കലി വി ആർ നോട്ട് ഇംഗ്ലീഷ് പീപ്പിൾ. ഓക്കെ, നമ്മൾ ആരും തന്നെ ഇവിടെ ഇംഗ്ലീഷ് ആൾക്കാരല്ല. നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല. പിന്നെ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് നമ്മളുടെ നീഡാണ്, നമുക്കൊരു ആവശ്യമാണ്. അതുകൊണ്ട് ഇത് പഠിക്കുക തന്നെ ചെയ്യണം. വി മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, ഇറ്റ് ഈസ് എന്താ പറയുക, ഒരു റിക്വയർമെൻ്റ് ആണ്, നമ്മളൊരു ആവശ്യമാണ്. അപ്പോൾ അത് തള്ളിക്കളയാതെ നമുക്ക് പഠിക്കാൻ അത്രയും ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മടി വിചാരിക്കരുത്. മറ്റുള്ളവരുടെ മുന്നിൽ അവരെന്ത് വിചാരിക്കും അത് വിചാരിക്കാതെ നിങ്ങൾ സംസാരിച്ച് നോക്കുക. ഓക്കെ, സോ കീപ് ലേണിംഗ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.